ക്യാൻസർ മെയ് മാസത്തിൽ നിങ്ങളുടെ പാസ്റ്റിന് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് സൂക്ഷിക്കണം. എന്താണ് എക്സാക്ട്ലി നിങ്ങളുടെ മെസ്സേജസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക. അപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എന്താ പറയണമെന്ന് ഇപ്പോൾ നമ്മൾക്ക് നോക്കാം. അപ്പോൾ ക്യാൻസർ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി മെയ് മാസത്തിൻ്റെ? അപ്പോൾ ക്യാൻസർ ഇത് സൺ, മൂൺ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കുമാണ് ഈ റീഡിങ്. അതുമാത്രമല്ല, ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്കൊരു പേഴ്സണലായി ഒരു സെഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്യാൻസർ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോക്കിംഗ് ചേഞ്ച് ആണ്. ഓക്കെ, ടവർ എനർജി. അപ്പോൾ ഞാൻ കാണുന്നത് എന്തോ ഒരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച്. ഇപ്പോൾ ഈ വലിയ മാറ്റം പറയുമ്പോൾ ചിലവർക്ക് ഇത് കാണാൻ പറ്റുന്ന ചേഞ്ചസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ മാറ്റം, അതല്ല വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വലിയ മാറ്റം, അങ്ങനെയും ആവാം. ഓക്കെ, നിങ്ങളെന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയ ഒരു എനർജി, അങ്ങനെയും ആവാം. അതല്ല ഇത് ഒരു സഡൻ ന്യൂസ് വരണ എനർജി ആവാം. നിങ്ങൾക്ക് എവിടുന്നോ ഒരു ന്യൂസ് കിട്ടണോ. ആൻഡ് ഇത് കുറച്ചൊരു ഷോക്കിംഗ് ചേഞ്ച് ആണ്. എന്താ വെച്ചാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വരണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുമ്പേ ഒരു ഹിൻട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സഡൻ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ അവരുടെ എനർജിയിൽ കുറേ ബാലൻസ് ആണ്. ഇൻഫാക്റ്റ് ഓപ്പോസിറ്റ് എനർജിയാണ്. നിങ്ങൾ കുറേ ഷോക്കിംഗ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ ഞാൻ കാണുന്നത് കുറേ ഒരു ബാലൻസ് ആണ് വരണേ, കുറേ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിതൊക്കെ ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഈ ടവർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പോൾ നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഉണ്ടാവുന്നത് അതൊരു ഷോക്ക് ആണ്. മെയ് മാസത്തിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. ചിലവർക്ക് ഇത് നിങ്ങളുടെ മാരേജിൻ്റെ കണക്ഷനിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, മെയ് മാസത്തിൽ എന്തോ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ന്യൂസ് കിട്ടുന്നുണ്ട്. അതല്ല വെച്ചാൽ എന്തോ ഒരു ഇൻഫർമേഷൻ, ഒരു ചേഞ്ച്, ഒരു മാറ്റം വരണോ, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഷോക്ക് ആവണോ. എന്താ ആ ഒരു മാറ്റം വരണത് തന്നെ ഒരു ഷോക്കിംഗ് ചേഞ്ചാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ജസ്റ്റിസ്. ടോറസ്, വർഗോ, കാപ്രിക്കോൺ എനർജി, ലീബ്ര എനർജി. ഇവിടെ രണ്ട് കാര്യങ്ങളാവാം. ഒന്ന് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഡിവോഴ്സിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആവാം, ഡിവോഴ്സ് ആവാം. അതല്ല വെച്ചാൽ ഇവിടെ ഒരു സീക്രട്ട് എനർജി ഉണ്ട്. ഞാൻ കാണുന്നത് ഇവരുടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, അത് പുറത്തു വരണു. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഷോക്കാവണു. മറ്റേത് എന്താ വെച്ചാൽ നിങ്ങൾ മാരിഡ് അല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ, അതല്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആയിരുന്നു. ആ പേഴ്സൺ സഡൻലി കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്ന് അങ്ങനത്തെ ഒരു ന്യൂസ് ആവാം. അതുകൊണ്ട് നിങ്ങൾ ഷോക്കാവണോ, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇതുണ്ടാവുക. മാരിഡ് ആണെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു സീക്രട്ട് അവരുടെ പുറത്ത് വരുന്നുണ്ട്. അതല്ല വെച്ചാൽ എന്തോ ഒരു ഡിവോഴ്സ്, സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട്. നിങ്ങൾ മാരിഡ് അല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൻ്റെ എന്തോ ഒരു കാര്യം പുറത്തു വരണു. പിന്നെ അതല്ലാണ്ട് അവർ മേ ബി അവരുടെ എന്തോ ഒരു മാരേജ് ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിലെ ലവേഴ്സ്, കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ചോയ്സ് ആണ്. ഓക്കെ, ചോയ്സ് രണ്ടാൾക്കുമുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ചോയ്സ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒരു പാഷൻ്റെ എനർജിയും കാണാണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്, എന്താ വേണ്ടേ, ഇവിടെ മുമ്പോട്ടേക്കാണോ പോകണ്ടേ, അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ബാലൻസ് വരുമോ.
ഞാൻ കാണുന്നത് ഇവിടെ ഒരു ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതെന്ന്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? രണ്ടാളുടെയും പാസ്റ്റിൽ ഞാൻ കാണുന്നത് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പാസ്റ്റിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പാഷൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവാൻ നോക്കുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരും. അതല്ല വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഇമോഷണൽ ബ്ലോക്ക് ആയിരിക്കാം. ഇവിടെ ഒരു എഫെയറിൻ്റെ എനർജിയും കാണാണ്ട്. ഓക്കെ, 7 of Swords ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഒരു എഫെയർ ആണ്. ഇല്ലേച്ചാൽ എന്തോ ആരോ മറിച്ച് വെക്കണോ. ഇപ്പോൾ അത് നിങ്ങളാണോ അവരാണോ അത് എല്ലാം സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. പക്ഷേ എന്തോ ഇവിടെ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾക്ക് അറിയാത്തൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് പാസ്റ്റിൽ ഞാൻ കാണുന്നത്. എന്താണ് ഇവിടെ കറണ്ട് ഫീലിങ്സ്? നിങ്ങളുടെ ഫീലിങ്സ് ഇപ്പോഴും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് റൊമാൻറ്റിക് ഫീലിങ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണം എന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. സൺ, ഇവരെ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു ഇത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 10 of Pentacles. ഇവിടെ മാരേജ്, ഫാമിലി എനർജി ഉണ്ട്. Page of Wands, Knight of Swords. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ അവർക്കൊരു പുതിയ തുടക്കം വേണം. അവർക്കും ഇവിടെ ഒരു പുതിയ ചാൻസ് വേണം എന്നുണ്ട്. ആൻഡ് അവർ കുറേ റെസ്റ്റ്ലെസ് ആണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടാവും. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ? നിങ്ങളുടെ 10 of Cups. നിങ്ങൾക്ക് ഇവിടെ റീകൺസിലേഷൻ വേണം എന്ന് ക്ലിയർ ആണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹാപ്പി ഫാമിലിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി അല്ല വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് എനിക്കൊരു ഫാമിലി ഈ പേഴ്സൻ്റെ കൂടെയാണ് വേണ്ടത്. ചാരിയറ്റ് എനർജി. അപ്പോൾ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ നോക്കണു. ഇവിടെ ചാരിയറ്റും ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു റിസ്ക് എടുക്കാൻ റെഡിയാണ്. ഈ പേഴ്സണ് വേറൊരു ചാൻസ് കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷനും അങ്ങനെയാണ്. ഈ പേഴ്സണ് ഒരു ചാൻസ് കൊടുത്ത് നോക്കാം, അങ്ങനത്തെ ഒരു ഇൻറ്റൻഷനാണ് നിങ്ങളുടെ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് കപ്സ്, ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇവിടെ 3 ആൾക്കാർ കാണാണ്ട് ഇവിടെ ഈ പേഴ്സൺ എന്തോ ഒരു സീക്രട്ട് വെച്ചതാണ്. അവരുടെ എന്തോ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ല അവർക്ക്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷെ എന്തോ മറിച്ച് വെക്കുന്നുണ്ടായിരുന്നു ഈ പേഴ്സൺ. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ അവർ കാര്യങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയാൻ നോക്കും. നിങ്ങളോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ. ഇവിടെ ഡെഫിനറ്റ്ലി കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടായാലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടണം എന്നുണ്ട്. ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള വഴിയുണ്ടോ എന്ന് അതാണ് നിങ്ങൾ നോക്കണത്. ഈ പേഴ്സൻ്റെ എനർജിയിലും കിങ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സെയിം പാഷൻ അവർക്കും ഉണ്ട്. നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനാണ്. കുറേ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. പക്ഷേ അവരുടെ ആക്ഷനിൽ 4 of Swords ആണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഏതോ ഒരു വേറെ പേഴ്സൺ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ അവരുടെ ഫാമിലിയും ആവാം. ഓക്കെ, ഇതൊരു അഫെയർ അല്ല, ഒരു ഫാമിലി ഇൻ്റർഫിയറൻസ് ആവാം. ഇവിടെ ഒരു ഫാദറുടെ എനർജി കാണാണ്ട്. ഇവർ വേറെ ആരുടെയോ കൂടെ മാരീഡ് ആണ് വെച്ചാൽ ഇല്ലച്ചാൽ അവരുടെ മാരേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ അവരുടെ ഫാമിലിയുടെ പേടി കാരണം ആയിരിക്കാം, ഓർ അവരുടെ പ്രഷർ കാരണമായിരിക്കാം. എന്തായാലും ഇവിടെ അവർ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. എന്താണ് ഇവിടെ ഔട്ട്കം? നിങ്ങൾ രണ്ടാളുടെയും ഔട്ട്കം മജിഷ്യൻ. അപ്പം നിങ്ങൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പുതിയ തുടക്കം. പക്ഷേ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കണം. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി ഇത് വർക്കാവുമോ, പ്രാക്ടിക്കലി ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ, എന്താണ് നമ്മൾ ചെയ്യാൻ പോണത്, എങ്ങനെയായിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കണേ. ഞാൻ കാണുന്നത് എന്തോ ഒരു പാസ്റ്റ് സൈക്കിൾ ക്ലോസ് ഔട്ട് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കമുണ്ട്. അപ്പോൾ എന്തോ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അവരാണോ നിങ്ങളെ മെസ്സേജ് ചെയ്യണേ, അതല്ല വെച്ചാൽ നിങ്ങളാണോ അവരെ മെസ്സേജ് ചെയ്യണേ? എനിക്ക് തോന്നുന്നത് നിങ്ങളാണ് അവരെ മെസ്സേജ് ചെയ്യാൻ പോകണേ. പക്ഷേ എന്തായാലും ഇവിടെ എന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. ഐ വിഷ് ഐ കുഡ് ടേക്ക് ബാക്ക് മൈ വേർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഫീലിങ്സ് ആണ്. ഐ വിഷ് ഐ ഹാഡ് ട്രീറ്റഡ് യു ബെറ്റർ. അപ്പോൾ ഇവർക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. പാസ്റ്റിൽ ഞാൻ ഇത് ചെയ്യായിരുന്നു, അത് ചെയ്യായിരുന്നു. ഐ വോണ്ട് ടു ടെൽ യു ഹൗ ഐ ഫീൽ.
അപ്പോൾ ഈ പേഴ്സണിൻ്റെ അല്ല ഈ ഒറക്കിൾ മെസ്സേജ് എന്താ പറയണേ? ഒറക്കിൾ മെസ്സേജ് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഡെഫിനറ്റ്ലി റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ക്യാൻസർ. യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. പക്ഷേ നിങ്ങൾക്ക് കൂടുതലൊരു ക്ലാരിറ്റി വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.